പക്ഷെ ഡോക്ടർ എങ്ങനെ തീരുമാനിക്കും ഇതാണ് റൈറ്റ് കാൻഡിഡേറ്റ്? അതിനുള്ള ട്രെയിനിങ് ചെയ്യുന്നത്. എക്സാക്ട്ലി. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് സർജറി ദാറ്റ് യു ആർ ഓപ്റ്റിംഗ് ഫോർ. അതായത് ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് പോലുള്ള ഒരു സർജറി ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഓരോ ഇൻഡിക്കേഷൻസ് ഉണ്ട് ആർക്കാണ് ഈ ഫേസ് ലിഫ്റ്റ് പോലുള്ള സർജറീസ് വേണ്ടത് എന്നുള്ളത്. പ്രായം ഒരു പ്രശ്നമല്ല. എന്റെ പ്രൊഫൈലിൽ മാഡം കണ്ടിട്ടുണ്ടാവുന്ന സർജറീസിനകത്ത് അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് മിക്കവാറും പ്രായമുള്ള ആൾക്കാരുടെ ഫോട്ടോസ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ഡെഫിനറ്റീവ് ആയിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റും സ്കിന്ന് തൂങ്ങിയിട്ടുള്ളതായിട്ടും കണ്ണിന്റെ അവിടുത്തെ ഐ ബാഗിന്റെ അവിടെ ഹോളോ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ലൈൻ ഭയങ്കരമായിട്ട് പ്രോമിനന്റ് ആയിട്ട് സ്മൈൽ ലൈൻ ഭയങ്കര പ്രോമിനന്റ് ആവുക, ഇവിടുത്തെ ഈ ഒരു ജൗള് ഭയങ്കര കൂടിയിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ 3 ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കണ്ണിന്റെ അവിടുത്തെ ഇവിടുത്തെ ഈ 3 ലൈനിൽ 2 ഏതെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ എ ഗുഡ് കാൻഡിഡേറ്റ് ഫോർ എ ഫേസ് ലിഫ്റ്റ്. ഈ 3 കൂടുതലല്ലാണ്ട് ചില ആൾക്കാർക്ക് ഇവിടെ കഴുത്തിന്റെ അവിടെ ലൈൻ ഉണ്ടാവും, ഇവിടത്തെ ഒരു ലൈൻ ഉണ്ടാവും. വെൽ ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ. ലൈക്ക് ആൾക്കാർ ചോദിക്കാനായിട്ട് അവർക്ക് എളുപ്പത്തിൽ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസൾട്ടേഷൻ പോലും വരാതെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലല്ലേ. അപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫേസ് ലിഫ്റ്റ് ഈ തൂങ്ങിക്കിടക്കുന്ന സ്കിന്നും കാര്യങ്ങളും ഒക്കെ വലിച്ച് ടൈറ്റ് ആക്കി ഒരു ബാക്ക് ടു 10-15 ഇയേഴ്സ് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഫേസ് ലിഫ്റ്റ്. മറിച്ച് ഇപ്പൊ ചോദിക്കുകയാണ് അത് പ്രായമായിട്ടുള്ളവർക്ക് മാത്രമാണോ ചെയ്യുക? അല്ല, ഐ ഹവ് ഓപ്പറേറ്റഡ് ഓൺ ഫേസ് ലിഫ്റ്റ് ഫോർ ഈവൻ 40-42-year-old പേഷ്യൻസ് ഓൾസോ. ആ ക്ലയൻസിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് ഒരു റിജുവിനേറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്ക്.